Sir, is there any country called Palestine actually, or it's a conspiracy against Jewish nation? പാലസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു കൺട്രി ഒരിക്കലും എങ്ങും ഉണ്ടായിട്ടില്ല. ആ സ്ഥലത്തിന് ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്റ്റീനാണ് ഇന്നത്തെ ജോർദാൻ, ഇന്നത്തെ ഇസ്രായേൽ നിൽക്കുന്ന സ്ഥലവും ഇന്നത്തെ ഗാസയും ഇതെല്ലാം കൂടെ ചേരുന്ന സ്ഥലമാണ്. അതിൽ നിന്ന് പാലസ്റ്റീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ആദ്യം ഉണ്ടാകുന്നത് ജോർഡനാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ പ്രദേശം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ പറയുന്നതാണ്. അതിൽ നിന്ന് ബംഗ്ലാദേശും ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ പ്രദേശം ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായി 1947. അപ്പോൾ തന്നെ പാകിസ്ഥാൻ ഉണ്ടായി. പാകിസ്ഥാനും ഇന്ത്യയായിരുന്നു, ബംഗ്ലാദേശും ഇന്ത്യയും ഇന്ത്യയായിരുന്നു. സമാനമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കയ്യിലിരുന്നത് ഇതിനകത്ത് ബ്രിട്ടീഷ് പാലസ്തീൻ്റെ പാസ്പോർട്ടാണ്. ബ്രിട്ടീഷ് പാലസ്തീൻ്റെ നാണയങ്ങളുണ്ടായിട്ട് ഒരിക്കലും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു സോവറൈൻ റിപ്പബ്ലിക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് ഫ്രീ ആകണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ നുണപ്രചരണമാണ്. ഇല്ലാത്ത ഒരു രാജ്യം പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യവും ഇല്ല, അങ്ങനെ ഒരു ജനതയില്ല. പലസ്തീൻ ജനത എന്ന് പറഞ്ഞൊരു ജനതയില്ല. പാലസ്തീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജും ഇല്ല. പാലസ്തീന് മാത്രമായിട്ട് ഒരു കൾച്ചറും ഇല്ല. അങ്ങനെ ഒരു എൻറ്റിറ്റിയും ഇല്ല. എല്ലാം ഒരു 67 ഉണ്ടാക്കിയ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് ഈജിപ്തുകാരനായിട്ടുള്ള യാസർ അറാഫത്തും ഈ ജോർഡാൻ്റെ കൊടിയിൽ നിന്ന് സ്റ്റാർ മായിച്ചിട്ട് പാലസ്തീൻ്റെ കൊടി, ഇറാഖിലെ കുഫയിൽ നിന്ന് ഈ കഫിയ, ഇതൊക്കെ എല്ലാം കൂടെ വെച്ചുകൊണ്ട് 67 യുദ്ധത്തിൽ ഈജിപ്റ്റ് ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തത് കൊണ്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ഈ പാലസ്തീനിയൻ മൂവ്മെൻറ്റ്. അല്ലാതെ ഒരു രാജ്യമല്ല, സാന്ദ്ര പോരാട്ടമല്ല, പിടിച്ചെടുക്കൽ പോരാട്ടമാണ്. സാന്ദ്ര പോരാട്ടമല്ല. ഇസ്രായേലിൽ നിന്ന് ജൂതരെ ഓട്ടിക്കുക, ഇസ്രായേൽ പിടിച്ചെടുക്കുക, അതിന് അറബികൾ നടത്തുന്ന പോരാട്ടമാണ്. ഇതാദ്യം ഇസ്രായേൽ അറബി പോരാട്ടം എന്നാണ് അറിയപ്പെട്ടത്. ഇസ്രായേലി അറബി യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെയാണ് ഇപ്പോഴാണ് ഇതിന് പാലസ്റ്റീൻ എന്ന് പറയുന്നത്. അറബ് എന്നുള്ള കൊണ്ട് മാറ്റി. ഇവരെല്ലാം അറബാണ് സംസാരിക്കുന്നത്. ഇവരെല്ലാം ഈ പാലസ്തീൻ എന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെ ജോർഡനിൽ നിന്നും സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും ഭൂരിപക്ഷവും ഈജിപ്തിൽ നിന്നും ഒക്കെ വന്ന മനുഷ്യരാണ്. അവിടെയൊക്കെ ഈ പറയുന്ന ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം തന്നെ പഴയ ഹിൽ റീജിയൻസ്, കുറേ മരുഭൂമി, ഇവിടെയൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. മാർക്ക് ട്വെയിൻ്റെ ഒരു സന്ദർശനം പുസ്തകമുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഈ ജെറുസലേം എന്നൊക്കെ പറയുന്ന അവിടെ എത്ര മനുഷ്യരുണ്ടായിരുന്നു എന്ന് പുള്ളി പറയുന്നത്.